റീസെന്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ +1 +2 മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം നീറ്റ് എക്സാമിൽ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്രമാണ് എക്സാമിന് ഉണ്ടായിരിക്കുക, പിന്നെ എന്തിനാണ് മാത്സ് എടുക്കുന്നത്? അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്, 10th മേ ബി അവർക്ക് മാത്തമാറ്റിക്സ് വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മാത്സ് അത്ര തന്നെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് +1 +2 മാത്സ് ഒഴിവാക്കിയിട്ട് PCB സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിനെ നമുക്ക് ഒരിക്കലും +1 +2 സയൻസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് ആവശ്യമാണ്. അപ്പോൾ നീറ്റിൽ PCB മാത്രമല്ലേ വരുന്നുള്ളൂ, അപ്പോൾ എവിടെയാണ് പിന്നെ മാത്തമാറ്റിക്സ്? അത് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ്. ഫിസിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ സ്ട്രോങ് ബേസിക്സ് ആവശ്യമാണ്. സ്ട്രോങ് ബേസിക്സ് മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള +1 +2 മാത്തമാറ്റിക്സ് ചാപ്റ്റേഴ്സിൻ്റെ, എസ്പെഷ്യലി കാൽക്കുലസ് പോലുള്ള ട്രിഗണോമെട്രി പോലുള്ള ചാപ്റ്റേഴ്സിൻ്റെ നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്സിലെ പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ കഴിയുള്ളൂ. ക്വസ്റ്റ്യൻസ് പോട്ടെ, പഠിച്ചെടുക്കാൻ തന്നെ പറ്റുള്ളൂ. അതുപോലെ തന്നെ കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇക്വിലിബ്രിയം പോലുള്ള ചാപ്റ്റേഴ്സ്, കെമിക്കൽ കൈനറ്റിക്സ് പോലുള്ള ചാപ്റ്റേഴ്സിലൊക്കെ മാത്തമാറ്റിക്സിൻ്റെ നോളജ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നല്ല റാങ്കിലേക്ക് എത്താം എന്നുള്ള ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾ നീറ്റ് ടോപ്പേഴ്സ് ആയിട്ടുള്ള ഏത് കുട്ടികളുടെയും കേസ് നോക്കുക, അവരൊക്കെ +1 +2 മാത്തമാറ്റിക്സും പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഓവറോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടത് നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. സ്പീഡ് വേണം, ആക്യുറസി വേണം, നന്നായിട്ട് നല്ല മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ എബിലിറ്റി നന്നായിട്ട് വേണം. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നീറ്റ് ആവട്ടെ, കീമും ജെയുടെ കാര്യം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി എന്തായാലും മാത്തമാറ്റിക്സ് വേണം. അപ്പോൾ നീറ്റ് പോലുള്ള എക്സാമിൽ, ഫൈനൽ എക്സാമിൽ മാത്സ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ +1 +2 മാത്തമാറ്റിക്സ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈവൺ ഇഫ് നിങ്ങൾക്ക് 10th മാത്തമാറ്റിക്സ് മേ ബി ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം, നിങ്ങൾ +1 +2 മാത്തമാറ്റിക്സ് എടുക്കുക. എന്നിട്ട് ഒരു JEE ലെവൽ, അഡ്വാൻസ് ലെവലിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക്സും അതുപോലെ തന്നെ NCERT ലെവലിലുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുക. ഒരിക്കലും മാത്തമാറ്റിക്സ് ഇല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ആൻഡ് ഓൾസോ XNY ലേണിംഗിൻ്റെ 6th മുതൽ 10th വരെ ക്ലാസ്സുകളിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തു. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സയൻസ്, മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി സബ്ജക്റ്റുകളിലാണ് IITians-ഉം NITians-ഉം ഡോക്ടേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ 10th കഴിഞ്ഞ് +1 പോകുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള JEE പ്രോഗ്രാം, IITians ലീഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസാനത്തെ അവസരമാണ്. April 2nd വീക്കിലോടുകൂടി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. March എൻഡിൽ നമ്മുടെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുകയാണ്. സോ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക, XNY ലേണിംഗിൽ ജോയിൻ ചെയ്യുക, ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.